ഒഡീഷയിൽ വിദ്യാർത്ഥിനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒഡീഷ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷം. ബിജെഡിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു പോലീസ്. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ? സിജു, ഈ ഒഡീഷയിലെ ബാലസോറിൽ കഴിഞ്ഞ ദിവസമാണ് 22 വയസ്സുകാരെ ബി.എഡ് വിദ്യാർത്ഥിനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ കുട്ടി പഠിക്കുന്ന കോളേജിലെ HOD തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം നിരവധി തവണയായി വിദ്യാർത്ഥി ചൂണ്ടിക്കാണിച്ചെങ്കിലും അതിലൊരു നടപടിയും കോളേജ് ഭരണകൂടം, കോളേജ് അധികൃതർ എടുത്തിരുന്നില്ല. മാത്രമല്ല, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ ബന്ദിന്റെ ഭാഗമായി തന്നെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. പോലീസ് ഈ പ്രതിഷേധക്കാർക്കു നേരെ വ്യാപകമായിട്ടുള്ള അക്രമം അഴിച്ചുവിടുകയും അതോടൊപ്പം തന്നെ കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അപാകതകൾ ഈ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ സർക്കാർ എന്ന നിലയിൽ ഒരു തരത്തിലും ഇടപെടാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം, അതോടൊപ്പം തന്നെ ഈ HODയെയും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ പ്രതിയാക്കിക്കൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബമടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് മുന്നിൽ നിരവധി തവണ കുട്ടി ഹാജരാവുകയും ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും ഈ HODക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, പിന്തുണയ്ക്കുന്ന നിലപാട് കോളേജ് അധികൃതർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് കുട്ടി നിരന്തരമായിട്ടുള്ള പ്രതിഷേധവും ഒക്കെയും നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും നടപടിയാകാത്തതിനെ തുടർന്നാണ് മനം നൊന്ത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ വ്യാപക പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പരാതി നേരത്തെ നൽകിയിട്ട് പോലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. അതായിരിക്കും വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ ഇടയാക്കിയതും. തീർച്ചയായും സിജു, അത്തരത്തിൽ തന്നെയാണ്. ഈ പോലീസ് ഈ അധികൃതർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരോപണമാണ് ശക്തമാകുന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. നിലവിൽ ഈ HODയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം ഈ സംഭവത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ വലിയ തരത്തിലുള്ള അക്രമം പോലീസ് അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെയും വ്യക്തമാകുന്നത് ഇവരെ ഈ ബാരിക്കേഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് തടയുകയും അവർക്ക് നേരെ കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഒഡീഷയിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായി തുടർന്നു. അതായത് ഈ പ്രതിഷേധം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയും വ്യാപക അക്രമത്തിലേക്ക് സംസ്ഥാനം പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. സിജു, ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.